ആഗോള സീറോ മലബാർ സമൂഹത്തിന് ഞെട്ടലും ദുഃഖവും ഉളവാക്കിക്കൊണ്ടാണ് സീറോ മലബാർ സഭാധ്യക്ഷൻ പദവിയിൽ നിന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്ത അപ്രതീക്ഷിത വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. സീറോ മലബാർ സഭാ ചരിത്രത്തിലാദ്യമായാണ് സീറോ മലബാർ സഭാ തലവൻ നേതൃസ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത്. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലായിരുന്നു ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായത്. 2011 മെയ് 23-നായിരുന്നു സീറോ മലബാർ ബിഷപ്പുമാരുടെ സിനഡ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സീറോ മലബാർ സഭയുടെ മൂന്നാമത്തെ തലവനായി തിരഞ്ഞെടുത്തത്. മെത്രാൻമാരുടെ സിനഡ് തിരഞ്ഞെടുത്ത ആദ്യ സീറോ മലബാർ സഭാധ്യക്ഷൻ കൂടിയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. 2012 ഫെബ്രുവരി 18-ന് എമിരറ്റസ് ബെനഡിക്ട് 16-ാമൻ പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ അജപാലന ശുശ്രൂഷ കാലയളവിൽ ഉടനീളം ദൈവാശ്രയത്വത്തിലും ഉറച്ച നിലപാടുകളിലും ലോകമെങ്ങുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ പിതൃത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ടുള്ള സേവനം 12 വർഷങ്ങളായി അഭംഗുരം തുടരുന്നതിനിടയിൽ വന്ന സ്ഥാനത്യാഗ വാർത്ത വിശ്വാസികൾ തികഞ്ഞ അവിശ്വസനീയതയോടെയും നടുക്കത്തോടെയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും മാർ ആൻഡ്രൂസ് താഴത്തും രാജിവെച്ചു. മാർ ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാകും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്തതോടെ സിനഡ് കൂടി പുതിയ സീറോ മലബാർ സഭാധ്യക്ഷനെ തിരഞ്ഞെടുക്കും. അതുവരെ കൂര്യ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിനാകും ഭരണ ചുമതല. അജപാലന സ്ഥിതിവിശേഷങ്ങളും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് 2019 ജൂലൈ 19-ന് വിരമിക്കാനുള്ള ആഗ്രഹം വത്തിക്കാനെ അറിയിച്ചിരുന്നതായും, എന്നാൽ സീറോ മലബാർ സിനഡിന്റെ അഭിപ്രായപ്രകാരം അന്നത്തെ രാജിയാവശ്യം നിഷേധിക്കപ്പെടുകയായിരുന്നുവെന്നും തുടർന്ന് 2022 നവംബർ 15-ന് വീണ്ടും രാജി സമർപ്പിച്ചതായും 2023 ഡിസംബർ 7-ന് പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ഇത് അംഗീകരിക്കപ്പെട്ടതായും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി. അർഹമായ സംതൃപ്തിയോടെയാണ് സ്ഥാനമൊഴിയുന്നതെന്നും തീരുമാനം സ്വയം എടുത്തതാണെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. CBCI അധ്യക്ഷനായതിനു ശേഷം ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചതിനാൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും ഒഴിയാനുള്ള താൽപര്യം മാർ ആൻഡ്രൂസ് താഴത്തും അറിയിച്ചിരുന്നു. കാക്കനാട് സീറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്.